നമ്മളിന്നൊരു ബ്യൂട്ടി സലോണിലേക്ക് പോവുകയാണ്. നിങ്ങൾ എൻ്റെ മുടി കണ്ടോ ഗൈസ്? അലമ്പ് ലുക്കായിട്ടാണ് ഇരിക്കണത്. ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളിന്നൊരു ബ്യൂട്ടി സലോണിലേക്ക് പോവുകയാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ തന്നെ പാർലറാണ്. എന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എൻ്റെ മുടി കണ്ടോ ഗൈസ്? അലമ്പ് ലുക്കായിട്ടാണ് ഇരിക്കണത്. ഭയങ്കര ഫ്രിസ്സിയാണ്, ഭയങ്കരമായിട്ടിങ്ങനെ ഒരു മെരുക്കമില്ലാതെ ഒതുക്കമില്ലാതെ അലമ്പ് ലുക്കായിട്ടാണ് നിൽക്കണത്. അപ്പോൾ ഇതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി മെരുക്കി എടുക്കാൻ പറ്റുമോ എന്ന് ഒരു പരീക്ഷണം നടത്താനാണ് ഞാൻ പോണത്. അതായത് ആക്ച്വലി ഇതെങ്ങനെ ആയത്, എൻ്റെ ഒരു നാച്ചുറൽ ടെക്സ്ചർ പോയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് 2 തവണ ഞാൻ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഹെയർ. അതിന് ശേഷം ആ പഴയൊരു ടെക്സ്ചർ എനിക്ക് തിരിച്ച് കിട്ടിയിട്ടേ ഇല്ല. എനിക്ക് തോന്നുന്നു നമ്മളെന്തെങ്കിലും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് അങ്ങോട്ട് അത് ചെയ്യേണ്ടി വരും. അതങ്ങനെയാണ്. കാരണം മുടിയുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ടെക്സ്ചർ പോയി കിട്ടുകയും ചെയ്യും. കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റേതായിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ടാവുകയില്ല പിന്നീട് മുടി വളർന്നു വരുന്നതിനനുസരിച്ച്. അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ അത് പോവുമല്ലോ, എന്തായാലും അത് പോവുമല്ലോ. അപ്പോൾ ഈ പഴഞ്ചൊല്ലിൽ പറയണ മാതിരി ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു അമ്മത്ത് ഒട്ടെത്തിയില്ല എന്ന് പറയണ കണക്കിലാണ് ഇപ്പം മുടി നിൽക്കണത്. ഇതെനിക്ക് കാണുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയുണ്ട്, നല്ല സങ്കടമുണ്ട്. എന്താ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നിൽക്കണേന്ന്. അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി മെരുക്കി എടുക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് സ്മൂത്തനിങ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കണത്. സത്യം പറഞ്ഞാൽ ഈ ബോട്ടോക്സ് ആണ് നല്ലതെന്നൊക്കെയുള്ള കുറേ ഇതൊക്കെ ഞാൻ കേട്ടു. കുറേ ഞാൻ എന്താ പറയുക, ഇതിനെക്കുറിച്ചൊന്ന് റിസർച്ച് ചെയ്തപ്പോൾ ബോട്ടോക്സ് ആണ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ അറിഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നു എന്ത് തേങ്ങയാണെങ്കിലും ഇതൊക്കെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ്. ഇത് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റേതായിട്ടുള്ള ദോഷവശങ്ങൾ കാണും. അത് നമ്മുടെ ഹെയറിനെ നന്നായിട്ട് തന്നെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ മുടി എന്താണെങ്കിലും കുറച്ചൊരു വൃത്തിക്കും ഭംഗിക്കൊക്കെ കിടക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ പാർലർ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തൃശ്ശൂരാണ്. ഇവിടെ തൃശ്ശൂരിൽ നിന്ന് എന്താ പറയുക, പൂച്ചെണ്ടുപാടം കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഊരകം എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് അവളുടെ പാർലറിൻ്റെ പേര് ലിവിൻ സ്റ്റൈൽ എന്നാണ്. രഹ്ന എന്നാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര്. അവളുടെ ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ ഏറ്റവും നല്ല ബെസ്റ്റ് പ്രോഡക്ട്സ് മാത്രമേ അവൾ നമുക്ക് കസ്റ്റമേഴ്സിന് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളൂ. അത് അവൾ തന്നെ സ്വന്തമായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സൊക്കെ തന്നെ യൂസ് ചെയ്യാറുള്ളൂ. സ്റ്റാഫില്ല എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവൾ ഓരോ കസ്റ്റമറിനും കൊടുക്കുന്ന ഒരു ടൈം അത് ഏറ്റവും ബെസ്റ്റ് തന്നെ അവൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ക്ലാഷ് വരാതിരിക്കാൻ, ഓരോരുത്തർക്കും കൊടുക്കുന്ന സമയത്ത് വേറൊരാൾ വരാതിരിക്കാനൊക്കെ നോക്കി നല്ലപോലെ പ്ലാൻ ചെയ്ത് അടിപൊളിയായിട്ടാണ് അവൾ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇഷ്ടംപോലെ ക്ലയൻസും കസ്റ്റമേഴ്സും എല്ലാം ഉണ്ട്. നല്ല ഫെസിലിറ്റീസ് ഉള്ള അടിപൊളി പാർലറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ എത്തിയതിന് ശേഷം എനിക്കുള്ള ചായയുടെ കൂടുതലുള്ള സ്നാക്ക്, എൻ്റെ ലഞ്ച് ഇതൊക്കെ അവൾ ഓഫർ ചെയ്യും. സോ ഞാൻ അവിടെ പോണത് ഒരു പാർലർ വിസിറ്റ് എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞാൻ പോകണു എന്നുള്ള രീതിയിലാണ്. എനിക്കതൊരു തെറാപ്യൂട്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. കാരണം ഞാൻ ഭയങ്കര സ്ട്രെസ്ഡായിട്ടും ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവളുടെ അടുത്തേക്കാണ് ആദ്യം ഓടി പോവുക. അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യും. ഒരു കുഞ്ഞൊരു ഫേഷ്യലോ ഒരു മസാജോ അല്ലെങ്കിൽ എന്തെങ്കിലും തലമുടിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അതിനേക്കാൾ കൂടുതൽ ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യണം അവളുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറയാം. എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ ഇരുന്ന് പറയും, അവളതെല്ലാം കേൾക്കും. അവൾ അതിന് തരുന്ന ഒരു അറ്റൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ അത് കേൾക്കാൻ അവൾ കാണിക്കുന്ന ഒരു മനസ്സും അതിന് വേണ്ടിയിട്ട് അവൾ എടുക്കുന്ന ഒരു ഫോട്ടോയൊക്കെ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അതെനിക്ക് തോന്നുന്നു ഏറ്റവും മോശം സമയങ്ങളിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുള്ളൊരു സമയത്ത് പോലും അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സോ ഷീ ഈസ് വെരി 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 സ്പെഷ്യൽ പേഴ്സൺ ടു മീ. എനിക്ക് എൻ്റെ ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇന്ന് രഹനയുടെ വീട് സന്ദർശനം എന്ന് ഞാൻ പറയണില്ല. ആക്ച്വലി ഞാൻ വീട്ടിൽ കയറാൻ ഉദ്ദേശിക്കണില്ല, പാർലറിലേക്കാണ് പോകണം. വീടിനോട് ചേർന്നിട്ട് ആ കോമ്പൗണ്ടിൽ തന്നെയാണ് അവളുടെ പാർലർ ഉള്ളത്. അപ്പം നമുക്കിന്ന് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ടാറ്റാ.
ഹലോ ഹലോ ഗൈസ്, നമ്മൾ രഹനയുടെ പാർലറിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഫ്രണ്ട് രഹന. രഹന ഇന്ന് എൻ്റെ തലയിൽ താജ്മഹൽ പണിയാൻ പോവാണ്. രഹനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് എൻ്റെ തല വിട്ടുകൊടുക്കാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോണത്? നമ്മളൊരു ബ്ലോ ഡ്രൈ എഫക്റ്റ് കൊടുക്കാം. സ്മൂത്തനിങ് ഭയങ്കരമായിട്ട് അയൺ ചെയ്ത് ഭയങ്കരമായിട്ട് കോലുപോലെയൊക്കെ ഇടുന്ന മുടി എനിക്ക് ഇഷ്ടമല്ല. ഒരു നാച്ചുറൽ ലുക്കില് ആ ഒരു നാച്ചുറാലിറ്റി പോവാത്ത തരത്തില് തന്നെ ചെയ്താൽ മതി. ഓക്കെ, ഓൾറെഡി ഒരു 2 തവണ ഞാൻ 2 തവണ ചെയ്തതാണ്. ഒരു തവണ രഹനയുടെ അടുത്ത് തന്നെയാണ് ചെയ്തത്, വേറൊരു തവണ വേറൊരു പാർലറിൽ കുറെ കാലം മുമ്പാണ് അത് ചെയ്തത്. ഇന്നിപ്പോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയുണ്ട് എന്റെ ഹെയർ എന്ന് കണ്ടിട്ട് നിങ്ങൾ ഇപ്പൊ എങ്ങനെയാ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ? ഒരു തവണ ചെയ്തിട്ട് എങ്ങനെ നന്നായിട്ടാണോ എനിക്ക് നന്നായിട്ട് തന്നെയാണ് എന്റെ ഹെയർ ഇരുന്നിരുന്നത് അത്രയും നാള്. പിന്നെ മുടി വലുതാവുമ്പോ അതിൻ്റെതായിട്ടുള്ള പഴയ ടെക്സ്ചറിലേക്ക് ഒരിക്കലും വരില്ല. എന്നാലും ആ ചെയ്തതിന്റെ എഫക്ട് എന്തായാലും കുറെ കാലം കഴിയും. പക്ഷെ എനിക്ക് കുറച്ചു കാലം ലാസ്റ്റ് ചെയ്തിരുന്നു. സ്വാഭാവികം. ഞാൻ ഒരു കൊല്ലത്തിന് മീതയായി, 1.5 വർഷമായി. എന്റെ മുടിയുടെ എഫക്ട് ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലും അങ്ങനത്തെ ഒന്നും അധികം ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ല, എനിക്ക് അങ്ങനെയുള്ള സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡാമേജ് ആവോ ഫ്രീസ് ആവോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. മുടി ആ എഫക്ട് പോയതിന് ശേഷമാണ് എനിക്ക് കുറച്ച് മോശമായിട്ടുള്ള കണ്ടീഷനിലേക്ക് മുടി മാറിയത്. അതുവരെയൊക്കെ എന്റെ മുടി അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ ഇതൊരു 4 അവേഴ്സിന്റെ ഒരു പ്രൊസീജിയർ ആണ് വരുന്നത്. അപ്പോൾ കുറച്ച് ടൈം പിടിക്കും ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ. ആയിക്കോട്ടെ, ഇന്നത്തെ ദിവസം ഞാൻ രഹനയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഇന്നത്തെ ചായയും ചോറും എൻ്റെ ഫുഡും എല്ലാം രഹനയുടെ വകയാണ്. കോമ്പിനേഷനും ചെറുതായിട്ട് കൊടുക്കുന്നു. ടോട്ടൽ പാക്കേജ് ആണ്. രഹന ഈസ് എ ടോട്ടൽ പാക്കേജ്. എത്ര വർഷത്തെ പരിചയമുണ്ട് നമ്മൾ തമ്മില്? ഒരു സത്യം പറഞ്ഞ 2016 അതിനും എൻ്റെ മോള് LKG പഠിക്കുന്ന സമയത്ത് അവളെ ഞാനിവിടെ അടുത്തൊരു ഡാൻസ് ക്ലാസ്സിൽ ചേർത്തിരുന്നു. അന്ന് തൊട്ട് രഹന എൻ്റെ ഫ്രണ്ടാണ്. രഹനയുടെ മോളും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കുട്ടികൾ ഒരുമിച്ചാണ് ഡാൻസ് ക്ലാസ്സിലുണ്ടായിരുന്നത്. അപ്പൊ അന്ന് തൊട്ടുള്ള പരിചയമാണ്. അന്ന് തൊട്ട് ഞാൻ രഹനയുടെ കസ്റ്റമറാണ്. രഹനയുടെ പാർലറിൽ ഒഴിച്ച് വേറെ ഞാൻ പോവാറുമില്ല. 12 years ആയി ഞാനിവിടെ പാർലർ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ അത് അത്രയ്ക്കൊക്കെ തന്നെ എനിക്ക് ഞാൻ രഹനയായിട്ടുള്ള കണക്ഷൻ ഉണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വഴിയെ കാണാം. ഓക്കെ, ഞാനങ്ങ് സഹിച്ചു. ചേട്ടൻ പറഞ്ഞല്ലോ എന്റെ ഉയരത്തിന് ശരീരം പിടിക്കും, ഇതാണ് മാച്ചസ് എന്ന്. A few moments later. One eternity later. ഹലോ ഗൈസ്, എൻ്റെ മുടിയന്മേലുള്ള താജ്മഹലിന്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അടിപൊളിയായിട്ടുണ്ട്. ഹായ്, ഹാപ്പി. സൂപ്പർ. കുറെ നാളത്തേക്ക് എനിക്ക് ഇനി ഇതിന്റെ മുകളിൽ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. അടിപൊളി. താങ്ക് യു. ഞാൻ അടുത്ത പണി കൊണ്ടുവരാം നിനക്ക്. ഓക്കെ, ടാറ്റാ. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ ചെറിയ എൻ്റെ വിശേഷങ്ങൾ. എങ്ങനെയുണ്ട് എൻ്റെ ഹെയർ സ്റ്റൈൽ? കൊള്ളാവോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഈ ലുക്കാണോ ഇതിന് മുന്നത്തെ ലുക്കാണോ നല്ലതെന്ന് പറയണേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോയിൽ വേറെ ചില വിശേഷങ്ങളുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ.